തജിമോനെ, എല്ലാവരുടെയും ഫോൺ ഇങ്ങോട്ട് എടുത്ത് വെക്കുക. എന്താണ് നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? അച്ഛൻ്റെ ഉപദേശം കേട്ടിട്ട് പല്ല് കഴിക്കണം, കുളിക്കണം, ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ കക്കൂസി പോകണം. ആ കക്കൂസി. ആ ഉദ്ദേശമല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളൊക്കെ പരിശുദ്ധനാവാനാണോ അതോ അശ്ലീല വീഡിയോ കാണാനാണോ നിങ്ങളെ വീട്ടുകാർ ഇങ്ങോട്ട് അയച്ചത്? അയ്യോ അച്ചോ, ഞങ്ങളങ്ങനൊന്നും കാണാറില്ല അച്ചോ. ആര് പറഞ്ഞു? ഇന്നലെ നിങ്ങളുടെ കിടപ്പുമുറിയിൽ നിന്നും അത്തരത്തിലുള്ള ഒച്ച സജിമോൻ കേട്ടല്ലോ, അല്ലേ സജിമോനെ? കേട്ടച്ചോ. അപ്പോൾ വേദപുസ്തകം വായിച്ചു പഠിക്കേണ്ട സമയത്ത് അശ്ലീല വീഡിയോ കാണാൻ. സജിമോനെ, നീ ഒറ്റ ഒരുത്തനും ഫോൺ കൊടുക്കണ്ട. ശരി വെച്ചോ. എന്ന് സയന്റിസ്റ്റ് അച്ഛൻ്റെ റൂം പോയി വൃത്തിയാക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം, ശാസ്ത്ര ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യേണ്ടിയിരുന്ന മഹാത്മാവാണ് അദ്ദേഹം. അതുകൊണ്ട് നമ്മൾ ആ ബഹുമാനം എപ്പോഴും കാണിക്കുന്നു. ശരി, സയൻസ്റ്റൻ അവിടെ നിൽക്കേ. ഞാൻ നിന്നോട് ഇവിടെ വന്നപ്പോൾ മുതൽ പറയുന്നതാണ് മുടി വെട്ടണമെന്ന്. എന്താ നീ മുടി വെട്ടാത്തത്? കേശഭാര ഹെയർ ഓയിലിംഗ് കമ്പനിയുടെ 1 വർഷത്തെ കൊളാബിന് എഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ വെട്ടിയ കേസാവും. എന്ത് കൊളാബ്? അച്ചോ, അവരുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലെ മോഡലാണ് ഞാൻ. കൊച്ചിയിലുള്ള മോഡലെക്കാളും സൂപ്പർ മോഡൽ ഞാനാടാ. ഇന്റർനാഷണൽ മോഡലെക്കാളും സൂപ്പർ മോഡൽ ഞാനാടാ. സെൻസൺ എന്ന പേര് കേട്ടാൽ ഫാഷൻ ലോകം ഞെട്ടുമെടാ. എന്നെ പോലൊരു ടോപ്പ് ക്ലാസ് മോഡൽ ഇവിടെ എങ്ങാനും ഉണ്ടോടാ. എന്റെ സ്റ്റൈല് നോക്കുമാമ, എന്റെ ഡാൻസ് നോക്കുമാമ. ചെല്ലേ. സജിമോനെ, ഇവരുടെ 4 പേരെ മേലെ ഒരു കണ്ണ് വേണം. ശരി വെച്ചോ. എവിടെ കൊണ്ടുപോകുന്ന? ഞാൻ കഴിച്ചു കഴിഞ്ഞില്ല, അവിടെ വെക്കേ. പുല്ല് അങ്ങോട്ട്. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം. മര്യാദയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ഫോൺ മേടിച്ചു വന്നു. നീ പോയി അച്ഛനോട് ചോദിക്കടാ. ഇവിടെ അച്ഛനല്ലടാ ഫോൺ പിടിച്ചു വെച്ചേക്കുന്നതിന്. വീട്ടാടാ, 2 ദിവസം കഴിയുമ്പോൾ ചോദിച്ചു നോക്കാം. തരുമായിരിക്കുന്നു. അപ്പൊ അതുവരെ നമ്മൾ എന്തോന്ന് എടുത്ത് വെച്ച് കാണും. നില്ല്. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. എന്തോന്ന് പരിപാടി? എൻ്റെ മൊബൈലിലെ മെമ്മറി കാർഡ് ഇത് ഊരി സേഫായിട്ട് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ മൊബൈൽ കൊടുത്തത്. മനസ്സിലായ? മെമ്മറി കാർഡ് നീ ഊരി. ഈ സാമാൻ എവിടെ ഇട്ട് കാണും? കാണാനുള്ള സാധനമല്ലേ അച്ഛൻ വാങ്ങിച്ചോണ്ട് പോയത്? എന്തൊന്നും ജോസഫേ, നീ ഒരു കിഴങ്ങ് തന്നെടാ. പുല്ലേ എടുത്തോണ്ട് പോ. നില്ല്.
ചേച്ചി ചേച്ചി കുറയില്ല മോനെ, ഈ ആഴ്ച തന്നെ ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞേ. ഓപ്പറേഷന് ഒരുപാട് കാശാവോ? എത്ര ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്രയായാലും എൻ്റെ വല്ലതും വേണ്ടേ. അച്ഛൻ കേൾക്കും. കാഞ്ഞ വ്യക്തി തന്നെടാ നീ. ഇതിനു വേണ്ടി എന്ത് ജോലിയാണുള്ളത്? ആ തൂത്തറല്ലേ പറഞ്ഞോളൂ. അച്ഛാ നമസ്കാരം. വയ്യാതെ നടക്കുന്ന അച്ഛൻ നമസ്കാരം കൊടുത്തിട്ട് എന്ത് കാര്യം വിളിയും? കണ്ണുകൊണ്ട് നമസ്കാരം പറയാമല്ല. ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ പാട്ട് പാടിയല്ലോ. ഏത് പാട്ട്? വേണ്ട വേണ്ട വേണ്ട. അരമനയെന്ന് കൊടുത്ത വല്ലതും കാണുമെന്തോ ഇവിടെ. ഇവിടെ അരമനേന്ന് ഓരോരുത്തർ വന്നു കയറി ചവിട്ടി ഇവിടെ മൊത്തം അഴുക്കാക്കിട്ടേക്കോ. തൂക്കം വെള്ളം കൊണ്ടുപോടാ. കഴിച്ച് നശിപ്പിക്കും. വെള്ളം റെഡി. എത്ര സമയം വേണം? റെഡി. ഒരു ഞാനേ അവിടെ തൂത്തിടം നീ തുടക്കേ. അവിടെ തൂക്കാ ഞാൻ, നീ തുടക്കേ. അപ്പൊ എവന്തി അതെന്തെങ്കിലും ചെയ്യും. ഞാനാ ഞാൻ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. അന്ത്യകൂതാശയായിരിക്കും. ഫോണൊന്നും കിട്ടിയിട്ട് ഉപയോഗം ഉണ്ടായിരുന്നടാ. നിന്നൊക്കെ പണി ഞാൻ പറഞ്ഞോട്ട് അത് അവിടെ നിന്ന് കഥ പറയാനാ പറഞ്ഞിട്ട്. പണിയടാ. അയ്യോ അണ്ണാ കണ്ടില്ല ചേട്ടാ. സോറി ചേട്ടാ, സോറി. നീ മനപ്പുറം വിളിച്ചല്ലടാ. സത്യമായിട്ടും കണ്ടില്ല അണ്ണാ. നോക്കിയോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. അണ്ണാ അണ്ണാ പറയല്ലേ അണ്ണാ. അയ്യോ അണ്ണാ, അണ്ണാ അച്ഛനടുത്ത് പറയല്ലേ അണ്ണാ. പോവല്ലേ അണ്ണാ. അണ്ണാ കൊള്ളാം, നല്ലതായിരുന്നു. അങ്ങനൊരു പണി കൊടുക്കുന്ന ഞാൻ വിചാരിച്ചതാ. അച്ഛാ, അച്ഛൻ ഇതെന്തോ മേളിലോട്ട് നോക്കി കിടക്കുന്നേ? പിന്നെ ഇങ്ങനെ കിടക്കുന്ന താഴോട്ട് നോക്കാൻ പറ്റൂ? അതല്ല അടിയാ, അച്ഛൻ എന്തോ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് മേലോട്ട് നോക്കി കിടക്കുന്നു. ഇങ്ങനാണോ? അത് നോക്കടാ, അച്ഛന്റെ നോട്ടം ആ പെട്ടിയിലോട്ടല്ലേ? നോക്കി, ആംഗിൾ ഓഫ് എലിവേഷൻ. അതെന്തോളിയ പെട്ടിക്കകത്ത്? നീ തിന്നാൻ തീറ്റയിലാണെങ്കിൽ അച്ഛൻ അതിനകത്തോട്ട് കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു കുറച്ചു നേരമായിട്ട്. വാ ഞാൻ എടുക്കാം. പൊക്കി കൊറ മാറിയില്ലേ? പൊക്കോ ഇല്ല. പൊക്ക്. അച്ഛൻ ഇട്ട് കൊടുക്കുന്ന സ്നഗിയായിരിക്കും. അതവിടെ ഇരിക്കട്ടെ. എടുക്ക്. എല്ലാം കൂടെ ഇപ്പൊ താഴെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇതിൽ എഴുതി നിക്ഷേപിച്ചാൽ അത് ഉടനെ സംഭവിക്കും. ഇതുവരെ ഒരു പൊട്ടന്മാരും കണ്ടുപിടിക്കാത്ത കണ്ടുപിടുത്തമാണിത് എന്ന് ഫാദർ വട്ടവിള. ഇത് അച്ഛൻ കണ്ടുപിടിച്ച മറ്റേ മിഷനാണെന്നാണ് തോന്നുന്നത്. ഈ മിഷൻ കണ്ടുപിടിച്ചപ്പോഴാണ് അച്ഛന് ഷോക്ക് അടിച്ചതാ ഈ ഗതിയായത്. ഡേ, നമുക്കിത് വേണ്ട വേണ്ട വേണ്ട. ഇത് നീ ഒരു കാര്യം ചെയ്യും, പഴയ സ്ഥാനത്ത് തന്നെ എടുത്തു പോയി. നീ ചുമ്മാ ഇരുന്നാണ് എന്താണ് നോക്കാം നമുക്ക്. എടാ, നമുക്കും നമ്മൾ ഇതുപോ ഈ ഗതിയിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നാലേ. ഇത് ചുമ്മാ നീ തുറന്നണ്ട. എടാ, നമുക്കൊന്നും അധികം പ്രായമായില്ലെന്ന്. അതിനിപ്പോ എന്ത് നെഗറ്റീവ് അടിക്കുക ഏരിയ? നീ തുറന്ന കയ്യും കാലൊക്കെ ഇങ്ങനെ കിടന്നു. തുറക്കടാ. തുറക്കണോ? തുറങ്ങോട്ട്. പേടിയാണ് അവനെ തുറക്കാൻ പോട്ട്. തുറക്ക്. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ.
കളിപ്പാട്ടു. താണ്ട ഇവിടെ വേറൊരു സ്വിച്ച് ഉണ്ട്. കറങ്ങണത്. ഇനിയിപ്പം ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? ഇതുകൊണ്ടുള്ള ഈ ആഗ്രഹം എഴുതിയിട്ട് കഴിഞ്ഞാൽ നടന്നു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ആഗ്രഹം എഴുതിയിട്ട് നോക്കാം. എന്നാ ഞാൻ ആദ്യം ട്രൈ ചെയ്യാം. നിനക്കല്ലേടെ പേടിയെന്ന് പറഞ്ഞത്? അല്ല, പേടിയേക്കാളും എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്. എന്തൊരാഗ്രഹം? എനിക്ക് ഒരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യം, ഞാൻ എന്നും ജംഗ്ഷനിൽ അവളെ കാണാൻ വേണ്ടി പോകും. അവൾ എന്നെ നോക്കിച്ചിരിക്കും, ഞാനും അവളെ നോക്കിച്ചിരിക്കും. പക്ഷേ അവളടുത്ത് എൻ്റെ ഇഷ്ടം പറയാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ അച്ഛൻ പട്ടത്തിന് ചേർത്ത്. അവളടുത്ത് ഇഷ്ടം പറയാൻ പറ്റാത്തതേ ഇന്നും എൻ്റെ മനസ്സിലൊരു വിങ്ങനായിട്ട് കിടക്കുകയാണ്. ഒരു കാര്യം ചെയ്യളിയാ, എഴുതിയിട്ട് പോകും. ഏതാ? എനിക്ക് അവളോട് ഇഷ്ടം പറയണം കേട്ടാ. സത്യം തന്നെ അളിയാ. ചെന്ന് പറ, ചെന്ന് പറ. ഞാൻ പോകുന്നു പറയാൻ പറ്റില്ല. ചെന്ന് പറ. നീ എനിക്ക് എന്തൊരു ടെൻഷൻ ഒന്നും ചെന്ന് പറഞ്ഞാണ്. ഒന്ന് പോയി പറയണം. ഒന്ന് ഒതുങ്ങോ. അയ്യോ, ഞാൻ നേരെ വിഷയത്തിലോട്ട് വരാം. എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഈ ഇഷ്ടം പറയാൻ വേണ്ടി വന്നപ്പോഴാണ് എൻ്റെ വിവരം കെട്ട അച്ഛൻ എന്നെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ചേർത്തത്. എനിക്കറിയാം കുട്ടിക്ക് അതിൽ ഭയങ്കര വിഷമമുണ്ടെന്ന്. കുട്ടിക്ക് എന്നെ ഇഷ്ടമാണോ? അതിന് താൻ ആരാ? ഞാനിതിനു മുമ്പ് തന്നെ കണ്ടിട്ട് പോലും ഇല്ല. അല്ല, നമ്മൾ ജംഗ്ഷനിൽ വെച്ച് ഡെയിലി കാണും. ഞാൻ കുട്ടിയെ നോക്കി ചിരിക്കുമ്പോൾ കുട്ടി എന്നെ നോക്കി ചിരിക്കും. നമ്മൾ കണ്ണുകൾ കൊണ്ട് ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോ? ജംഗ്ഷനിൽ. ഇങ്ങനത്തെ ഉദ്ദേശം വെച്ചുകൊണ്ട് എന്റെ പറയാൻ നടക്കരുത്. എനിക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. അപ്പോ കുട്ടിക്ക് എന്നെ ഇഷ്ടമല്ലേ? ഇല്ല, ഐ എം സോറി. അളിയാ, ഇനി പോരി പോരി. അവൾ എന്തുണ്ടോ എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്? അത് വിറ, നിനക്ക് അവളുടെ അടുത്ത് ഇഷ്ടം തുറന്നു പറയണമായിരുന്നു. നീ പറഞ്ഞു, അത്രേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞു. മാൻ. ഇനി ആർക്കാ അടുത്ത ആഗ്രഹം? എനിക്ക് നിങ്ങൾ ആരും എന്നെ കളിയാക്കരുത്. എനിക്കൊരു ക്യാമറ നേരത്തെ ഇവിടെ ഇരുന്ന് ഡാൻസ് കളിക്കണം. എതിരാണ്. ഇത് കഴിഞ്ഞ് അച്ഛനെ കൊച്ചച്ഛനെ എന്തോണം ആയിക്കോളാം. വൃത്തിയായിട്ട് ആഗ്രഹം. ഇവിടെ പേല അളിയ, നിന്റെ പെണ്ണല്ലേ അത്? അല്ല, എന്റെ പെണ്ണൊന്നും അല്ല ഇത്. ഓടാ, നിന്റെ പെണ്ണത്. മറ്റേ പെണ്ണ്. എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റും. ഞാൻ വരണമ്മ, ഞാൻ വരണോ?
പെട്ടെന്ന് അങ്ങ് പോയല്ലേ. എന്തൊരു പെണ്ണടാ അത്. എടാ നീ അത് വിട്. ജോയ് നിന്റെ ആഗ്രഹം എന്താ വെച്ചാ പറ. പറ. അളി എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. എന്തുവാ? എനിക്ക് ഒരുത്തന്നെ അടിക്കണം. അവ എന്നെ പരസ്യമായിട്ട് പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് അടിച്ചറിയാ. ഭയങ്കര മോശമായിട്ട്. എന്ത് കാര്യം? പെണ്ണുങ്ങളോട് അനാവശ്യം കാണിച്ചതിന് ഞാൻ അവൻ്റെ അടുത്ത് ചോദ്യം ചെയ്തു. അപ്പൊ അവ എന്നെ അടിച്ച്. മോശമല്ലേ? മോശമാണ്. തിരിച്ചു കൊടുക്കണ്ടേ? ഡയറി എവിടെ? ഡയറി തിരിച്ചു കൊടുക്കണ്ടേ? ഇടിക്കണം. ഒരു കാര്യം ചെയ്യാം. ജോയി പേരെഴുതി വിളിച്ചു വരുത്ത. നമ്മൾ തിരിച്ചടിക്കൂലേ? തിരിച്ച് കൈയും കാലും കെട്ടിയിട്ട് നമുക്ക് പ്രത്യേകം നോട്ട് ചെയ്തു. അതെ, ഒരു വിഷയമുണ്ട്. മൊത്തത്തിൽ 5 വിശ്വാസം എഴുതിയിടാൻ പറ്റൂ. അത് കുഴപ്പമില്ല. നമ്മള് എന്നാലും ഒരെണ്ണം ബാക്കി വരുമല്ലോ. അല്ലേ? ഇടിക്കണ എനിക്ക് അവനെ. ഉണ്ടത്തേണ്ടി എനിക്ക് ഓടിക്കണം. നീ പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് ഒളി നോക്കുവല്ലടാ. അത് ചോദിക്കാൻ വന്ന എന്നെ നീ എന്റെ കൈയും കാലും കെട്ടിപ്പോയി. അല്ലെങ്കിൽ നീ വിവരം അറിഞ്ഞാണ്. ഈ വിവരം അറിയാൻ വേണ്ടിട്ടാണ് നിന്റെ കൈയും കാലും കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നത്. നിന്റെ കളി എന്റെ അടുത്താ. ഇറങ്ങി പോടാ. ഇതിൽ നിന്നും നല്ലത് നിനക്കെന്നെ കൊല്ലമായിരുന്നടാ. നീ കിട്ടിയ അടിയുണ്ടല്ലോ, ഇതെല്ലാം ആലോചിച്ച് ഇഞ്ചിഞ്ചായിട്ട് നീ ചാവണം. അതാണ് എനിക്ക് വേണ്ടത്. ഇറങ്ങി പോടാ. എടാ ഇറങ്ങി പോടാ. എടാ പോടാ. ഇനി നിന്റെ ഡ്രീം. എനിക്ക് സമാധാനം എവിടെയാ? ഭയങ്കര സമാധാനം. ഇത്ര നാളത്തെ ആഗ്രഹം അറിയാമോ? നീ സമാധാനമായിട്ട് ഉറങ്ങും. ഇന്നലെ കുറെ നാളത്തെ എന്റെ കൈയുടെ പവർ ഈ പട്ടിയാ എന്തോന്ന് വിഷമം? പറയുന്ന കാര്യം പറ. ഞാൻ ഇനി അടുത്ത എന്റെ ഊഴമാണോ? എനിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് അതിനെ എഴുതിയിട്. എടാ ജോയ്, നിങ്ങൾക്കെല്ലാം ലൈഫിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. നിങ്ങളത് കണ്ടു വളർന്നാണ് ജീവിച്ചത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എന്നെ തന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാനാണെങ്കിൽ എന്നെ ഒരു അല്ലലില്ലാതെ അമ്മ വളർത്തിയിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് ചോദിക്കാനും പോയിട്ടു. എനിക്കൊരു ആഗ്രഹമുണ്ട് അച്ഛനെ ഒന്ന് കാണണം. പക്ഷെ നടക്കില്ലെന്ന് ഒരു ടെൻഷൻ. നീ എഴുതിയിട്. അതെ, ടെൻഷൻ ഇന്ന് എഴുതിയിട്ട്. ഇന്നു മുതൽ നീ തന്തയില്ലാത്തവനല്ല, നിനക്ക് അന്തസ്സുള്ള ഒരു തന്തയുണ്ട്. എഴുതിയിട്ടളിയാ. എഴുതിയിട്ടല്ലേ? ഒരു കുഴപ്പമില്ല, നീ എഴുതിയിട്ട്. എഴുതിയിടളിയാ. ഞാനല്ല പറഞ്ഞു, എഴുതിയിട്ട്. ലൈഫിലെ ഏറ്റവും വലിയ സംഭവം നടക്കാൻ പോകുന്ന എൻ്റെ അച്ഛനെ ഞാൻ നേരിട്ട് കാണാൻ പോകും. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അയ്യേ, മറ്റേ പെണ്ണുപിടി. പോ പോ പോ, എന്റെ അച്ഛന്റെ എൻട്രിയാ. പോ പോ. ഒറ്റ പെണ്ണു കിട്ടിയൊന്നും പോരെ, ഇറങ്ങി പോടാ. ഞാനൊന്ന് പറയുന്നത് കേക്ക്. എടാ ജോയ്, എന്ത് കേക്ക്? ഞാനാണ് മോനെ നിന്റെ അച്ഛൻ. തോന്നിയ ദിവസം പറയരുത്, ഇറങ്ങി പോടാ.
പ്രപഞ്ചത്തെ സത്യം നിർത്തി ഞാൻ പറയാണ്. നിന്റെ അച്ഛൻ ഞാനാടാ. തന്തയെ കിട്ടിയപ്പോ എന്നെ പോലെ എത്ര മുടിയന്മാരുണ്ടോ അറിയില്ല മോനെ. അതൊന്നും പക്ഷേ ഞാനാണ് നിന്റെ അച്ഛൻ. പെണ്ണുപിടിയാ പറോ അമ്മയ്ക്ക് സുഖം തന്നെ. അയ്യേ ഇറങ്ങിപ്പോടോ ജോയ്. പെണ്ണുപിടി ഇറങ്ങി മക്കളെ പറഞ്ഞു കൊടുക്കണം. അയ്യേ നിങ്ങളല്ല, എനിക്ക് നല്ല തന്തേ മതി. ആ മിഷ്യൻ കേടാ, എനിക്ക് ഡൗൺലോഡ് ചെയ്ത് നല്ലൊരു തന്തേ തരാൻ പറ. എനിക്ക് വേണ്ട. ഇരുന്നിരുന്ന് ഞാൻ തന്തേ കാണാൻ ആഗ്രഹിച്ചപ്പോ ഒരു പെണ്ണു. അയ്യേ റിലാക്സ്. ഇവനാണ് അവന്റെ തന്ത. കാണണ്ടായിരുന്നു ജീവിതത്തില്. അയ്യോ ഒരു വിഷയം കൂടെ ഉണ്ട്. ഒരു വിഷയം കൂടെ ഉണ്ട്. 5 എണ്ണം ഇല്ലേ? അപ്പം എന്ത് നമുക്ക് കാര്യം ചെയ്യാം. ഈ അച്ഛൻ സുഖാവും ചെയ്തിട്ട് കാര്യമില്ലല്ലേ? സുഖമായിട്ട് എത്ര നാള് അല്ലേ? കാര്യം ചെയ്യാം. മറ്റേ രാജചേച്ചിയുടെ കൊച്ചിന് അത് ആ കാര്യം എഴുതിയിട്ടല്ല അല്ലേ? നല്ല കൊച്ചിന്റെ ചികിത്സയ്ക്കുള്ള പൈസ കിട്ടുന്ന അവർക്കാണെങ്കിൽ ഇന്ന് കുറേ പൈസയുടെ ആവശ്യമുണ്ട്. ഇത് കാരണം അവർക്ക് പൈസ കിട്ടുകയാണെങ്കിൽ വലിയൊരു സന്തോഷമല്ലേ? അതെ തീരെ. എല്ലാം നല്ലത് നടന്നാൽ മതിയായിരുന്നു. മക്കളെ, എന്റെ കുഞ്ഞിന്റെ ഓപ്പറേഷനുള്ള പൈസ കിട്ടി. ഒരു സംഘടനക്കാർ കൊണ്ടു തന്നു. നാളെ കുഞ്ഞിന്റെ ഓപ്പറേഷൻ. മക്കളെ, കുഞ്ഞിന് വേണ്ടി എല്ലാരും പ്രാർത്ഥിക്കണേ. ഒരു കുഴപ്പം വരുന്നില്ല ചേച്ചി, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. ചേച്ചി പോയിട്ടോ. പോയിട്ട് വരാമേ. നമ്മൾ ഇത്രയും നേരം എഴുതിയിട്ടിട്ട് കിട്ടാത്തൊരു സന്തോഷേ ആ കൊച്ചിന്റെ ജീവൻ തിരിച്ചിട്ടെന്ന് അറിയുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലേ? അല്ലേ? പിന്നെ അതാണ് യഥാർത്ഥ സന്തോഷം. കുഞ്ഞിനൊന്നും വരുത്താതെ മതിയായിരുന്നു. അച്ഛൻ്റെ കണ്ടുപിടുത്തം കൊണ്ട് നമ്മൾ രാജിച്ചിയുടെ കൊച്ചിന്റെ ജീവൻ രക്ഷിച്ചോ. ഇപ്പം ഇന്നൊന്നില്ലാത്തൊരു സന്തോഷം. ഭയങ്കര സന്തോഷം അച്ഛോ. ഒരുപാട് നന്ദി. നോക്കടാ, അച്ഛന് സന്തോഷമായി. പിന്നെ സന്തോഷമാവില്ലേ? അടുത്തോട്ട് ചെല്ലാൻ ചുംബിക്കാനാവും. എന്താ അച്ഛൻ? എന്താ തുപ്പിയാടാ? പുള്ളിയുടെ ആംഗിൾ ഓഫ് എലിവേഷൻ നോക്കട്ടെ. പുള്ളിയുടെ നോട്ടം പുള്ളി കയ്യിലോട്ട് നോക്കിയാ എന്തോ പറയുന്നത്. നോക്കിയ പുള്ളിയുടെ കയ്യിൽ അച്ഛനെന്തോ വിഷയം ചെയ്തിട്ടുണ്ടല്ലേ? അല്ലേ ആക്കിയോ? എന്തോ സിൽക്ക് സ്മിതയെ നേരിട്ടൊന്ന് കാണണം. അച്ഛാ, എന്റെ പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചു. ഇനി ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്റെ പൊന്ന് സിൽക്കേ, ഇനി എല്ലാ ദിവസവും നമുക്ക് ഒന്നിച്ച് കാണാം. ശാസ്ത്ര ലോകത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യേണ്ടിയിരുന്ന മഹാത്മാവാണ് അദ്ദേഹം. അതുകൊണ്ട് നമ്മൾ ആ ബഹുമാനം എപ്പോഴും കാണിക്കുന്നു.
Wow box.